ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എ ഷിപ്പ് റെക്കഡ് സെയിലർ എന്ന പാഠഭാഗത്തിലെ 10 പാരഗ്രാഫ് വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ദിവസം ഇന്ന് നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ അവസാന ഭാഗം വരെ അതിൻ്റെ മലയാള വിശദീകരണം നൽകണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. വി നോ ദാറ്റ് ദ lesson Shipwrecked Sailor, written by Gabriel Garcia Marquez. In the last class, we discussed that what is happening after the ship wrecked in the Caribbean Sea. Our narrator, the predominant character, Luis Alejandro Velasco, he is trying to escape his friends. We know the names Castillo, Carabello, and Rengifo. They are trying hard to reach into the life raft. And the last part we discussed the 10th paragraph. Our Rengifo, he was singing forever by raising his earphone. Till that we discussed in the last class. Now I will read the paragraph number 11. നിങ്ങളെല്ലാവരുടെ കയ്യിലും പുസ്തകം, അതുപോലെ തന്നെ പേന, നോട്ട്ബുക്ക് എന്നിവ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. പാരഗ്രാഫ് നമ്പർ 11. I don't know how long I stayed like that, balancing in the raft, holding out the oar. I kept searching the water, hoping the someone would surface soon. But the sea was clear and the wind getting stronger. Blew against my shirt like the blew against my shirt like the hole of a dog. The cargo had disappeared. The mast, growing more distinct, proved that the small ship hadn't sunk, as I had first thought. I felt calm and thought that one of my mates had managed to reach the other life raft. നമുക്കറിയാം, റെഞ്ചിഫോ വെള്ളത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെലസ്കോ എന്തെന്നില്ലാത്തൊരവസ്ഥയിലാണ്. എന്തൊക്കെയാണ് വെലസ്കോ ചെയ്യുന്നത് എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ സ്റ്റേഡ് ലൈക്ക് ദാറ്റ്. വെലസ്കോ പറയാണ്, എനിക്കറിയില്ല എത്ര സമയം ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യേണ്ടി വരും. ബാലൻസിങ് ഇൻ ദി ലൈഫ് റാഫ്റ്റ്, ഈ ലൈഫ് റാഫ്റ്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട്. ഹോൾഡിങ് ഔട്ട് ദി ഓർ, ഈ തുഴയും പിടിച്ചിട്ട്. ഹോൾഡ് എന്നാൽ പിടിക്കുക, ബാലൻസ് ചെയ്യുക എന്നാൽ അറിയാലോ, നമ്മൾ ബാലൻസ് ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ട് നിൽക്കുന്നതിന് എത്ര സമയം ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കേണ്ടി വരും ഈ ലൈഫ് റാഫ്റ്റിൽ. I kept searching the water, hoping that someone would surface soon. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു. ആരെങ്കിലുമൊക്കെ ഹോപ്പിംഗ് ദാറ്റ് someone would surface soon, ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് തന്നെ പൊന്തി വരുമെന്നുള്ള പ്രതീക്ഷയിൽ. സർഫേസ് എന്നാൽ ഉപരിതലം, വെള്ളത്തിൻ്റെ മുകൾ ഭാഗം. ബട്ട് ദ സീ വാസ് ക്ലിയർ, പക്ഷേ ആ സീ എന്തായിരുന്നു? ക്ലിയർ ആയിരുന്നു. ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ, മാത്രമല്ല അവിടെ കാറ്റ് ഇതിങ്ങനെ സ്ട്രോങ് ആയി വരികയാണ്, ശക്തി കൂടുന്നു. ബ്ലൂ അഗൈൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദ ഹോൾ ഓഫ് എ ഡോഗ്, ഒരു നായ ഓരിയിടുന്നത് പോലെ, നായ ഓരിയിടുന്ന ശബ്ദത്തിൽ കാറ്റടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഷർട്ടിലുണ്ടാകുന്ന ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ ഷർട്ടിലുണ്ടാകുന്ന കാറ്റുണ്ടാക്കുന്ന ശബ്ദം ഒരു നായ ഓരിയിടുന്നത് പോലെ ആയിരുന്നു. ദ കാർഗോ ഹാഡ് ഡിസപ്പിയർഡ്, ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന കാർഗോ ഒക്കെ ഡിസപ്പിയർഡ്, ഒക്കെ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു പൊങ്ങിക്കിടക്കുന്നത്. ദ മാസ്റ്റ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ്, മാത്രമല്ല ആ കപ്പലിൻ്റെ ഉയർന്ന ഭാഗം, മാസ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതിങ്ങനെ വളരെ ക്ലിയറാണ്. ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ്, നല്ല വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൂവ്ഡ് ദാറ്റ്, അത് തെളിയിച്ചു. പ്രൂവ്ഡ് ദ സ്മാൾ ഷിപ്പ് ഹാഡ് ഇൻ സങ്ക്, ആ കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി എന്നർത്ഥം. ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട്, ഞാൻ ആദ്യം വിചാരിച്ചതുപോലെ പൂർണ്ണമായിട്ടത് മുങ്ങിയിട്ടില്ല.
ഐ തോട്ട് ദാറ്റ്, ഞാൻ ചിന്തിച്ചു, ദാറ്റ് വൺ ഓഫ് മൈ മെയ്റ്റ്സ് ഹാഡ് മാനേജ്ഡ് ടു റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്. എൻ്റെ മെയ്റ്റ്സൊക്കെ, എൻ്റെ ഷിപ്പ് മെയ്റ്റ്സൊക്കെ അവരൊക്കെ മറ്റ് ലൈഫ് റാഫ്റ്റിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അതിന് മാനേജ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് നമ്പർ 12. There was no reason they shouldn't have reached it. The rafts weren't provisioned, in fact. None of the life rafts of the small ship was outfitted. But there were 6 of them, apart from the robots and the whalers. It was reasonable to believe that some of my mates had reached the other life rafts, as I had reached mine. And perhaps the destroyer was searching for us. Very soon I was aware of the sun, a midday sun, hot and metallic. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. 12ാമത്തെ പാരഗ്രാഫിൽ ദർ വാസ് നോ റീസൺ ദേ ഷുഡിൻറ്റ് ഹാവ് റീച്ച്ഡ് ഇറ്റ്. അവരവിടെ എത്താതിരിക്കാൻ ഒരു കാരണവുമില്ല, അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ അദ്ദേഹം വെലസ്കോ ഒരു പ്രതീക്ഷ വെക്കുകയാണ്. ദ റാഫ്റ്റ്സ് വെറിൻറ്റ് പ്രൊവിഷൻഡ്, ഇൻ ഫാക്ട്. മാത്രമല്ല, ഈ റാഫ്റ്റുകൾ, ഈ ലൈഫ് റാഫ്റ്റുകൾ, ഈ ജീവൻ രക്ഷാ ചങ്ങാടങ്ങളിൽ ഒന്നും ആവശ്യത്തിനുള്ള ഭക്ഷണ സാമഗ്രികളൊന്നുമില്ല. ദേ വർ നോട്ട് പ്രൊവിഷൻഡ്. പ്രൊവിഷൻഡ് എന്ന ആവശ്യത്തിന് ഭക്ഷണങ്ങളൊക്കെ നൽകപ്പെട്ട ഒരവസ്ഥയിലല്ല. നൺ ഓഫ് ദ ലൈഫ് റാഫ്റ്റ്സ് ഓഫ് ദ സ്മാൾ ഷിപ്പ് വാസ് ഔട്ട്ഫിറ്റഡ്. മാത്രമല്ല, നൺ ഓഫ് ദി ലൈഫ് റാഫ്റ്റ്, ഈ ഒറ്റ ലൈഫ് റാഫ്റ്റും ഈ രക്ഷാ ചങ്ങാടങ്ങളുമല്ല, ഓഫ് ദ സ്മാൾ ഷിപ്പ് വാസ് ഔട്ട്ഫിറ്റഡ്, ഒന്നും സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല. ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ഔട്ട്ഫിറ്റ് എന്നാൽ ഇവിടെ സജ്ജീകരിക്കുക എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദർ വർ 6 ഓഫ് ദം, അപ്പാർട്ട് ഫ്രം ദി റോബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്. എന്നാലും ദർ വർ 6 ഓഫ് ദം, അതിലൊരു 6 പോലും ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദി റോബോട്ട്സ് ആൻഡ് ദ വെയിലേഴ്സ്, ഈ തുഴയുന്ന ബോട്ടുകളിൽ നിന്നും, അതുപോലെ തന്നെ വെയിൽ എന്ന തിമിംഗലം എന്നുള്ള അർത്ഥമാണ്. വെയിലേഴ്സ് എന്ന തിമിംഗലത്തെ വേട്ടയാടുന്ന ബോട്ടുകൾ, അതിൽ നിന്നും വ്യത്യസ്തമായ 6 ഉണ്ട്. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മെയ്റ്റ്സ് ഹാഡ് റീച്ച്ഡ് ദ അതേഴ്സ് ലൈഫ് റാഫ്റ്റ്. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ്, എന്നാൽ ഇത് വിശ്വസിക്കാം. എന്ത്? ദ സം ഓഫ് മൈ മെയ്റ്റ്സ്, എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഹാഡ് റീച്ച്ഡ് ദി അതർ ലൈഫ് റാഫ്റ്റ്, മറ്റ് ലൈഫ് റാഫ്റ്റിൽ എത്തിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈൻ, എങ്ങനെ? ഞാൻ എൻ്റെ ബോട്ടിലേക്ക് എത്തിയതുപോലെ മറ്റുള്ളവർക്ക് മറ്റേതെങ്കിലും ബോട്ടുകളിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് പെർഹാപ്സ് ദ ഡെസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്. ഒരുപക്ഷെ ഡെസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്, എന്നാലും ആ നശിപ്പിക്കുന്ന ആൾ ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാവും. വെരി സൂൺ. അങ്ങനെ അദ്ദേഹം വെലസ്കോ ഈ ബോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ചിന്തകളാണ്, പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ്, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള ചിന്തകൾ. വെരി സൂൺ, വളരെ പെട്ടെന്ന്, ഐ വാസ് അവെയർ ഓഫ് ദി സൺ, പെട്ടെന്നാണ് സൂര്യനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്. അവെയർ ഓഫ് ദി സൺ, ശക്തമായ ചൂട് വന്നതാവാം. എ മിഡ് ഡേ സൺ, ഒരു നട്ടുച്ച സൂര്യനാണ്. മിഡ് ഡേ അറിയാലോ, നട്ടുച്ച സൺ, സൂര്യനാണ്. ഹോട്ട് ആൻഡ് മെറ്റലിക്, നല്ല ചൂടുള്ള. ആൻഡ് മെറ്റലിക്, ലോഹമായിട്ടുള്ള ഒരു മെറ്റലിക്. സ്റ്റുപ്പിഫൈഡ് നോട്ട് ഫുള്ളി റിക്കവേർഡ്. സ്റ്റുപ്പിഫൈഡ് നോട്ട് ഫുള്ളി റിക്കവേർഡ്, ഒരിക്കലും മുഴുവനായിട്ട് രക്ഷപ്പെടില്ല എന്നുള്ള ഒരു സ്റ്റുപ്പിഫൈഡ് എന്നുള്ള അതിശയപ്പെട്ടുകൊണ്ട്, അതിശയത്തോട് കൂടിക്കൊണ്ട്. ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്, ഞാൻ എൻ്റെ വാച്ചിലേക്ക് ഇങ്ങനെ നോക്കി. ഇറ്റ് വാസ് നൂൺ ഓൺ ദി ഡോട്ട്. നൂൺ ഓൺ ദി ഡോട്ട്, കൃത്യസമയം, കൃത്യമായിട്ട് ഇത് ഉച്ച സമയമായിരുന്നു, അതായത് നട്ടുച്ച സമയമായിരുന്നു. നൂൺ ഓൺ ദി ഡോട്ട്. ഓൺ ദി ഡോട്ട് മീൻസ് കൃത്യമായ എന്നർത്ഥം. 13th പാരഗ്രാഫ്, 13ാമത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. The last time Rangifo had asked me the time on the small ship. It was 11:30. I had checked the time again, and the disaster had not yet occurred. When I had looked at my watch on the life raft, it was exactly noon. I had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. I thought it would take them at least 2 or 3 hours to rescue me. 13th പാരഗ്രാഫാണ്. ദ ലാസ്റ്റ് ടൈം റഞ്ജിഫോ ഹാഡ് ആസ്ക്ഡ് മീ ദി ടൈം. വെലസ്കോ ഓർക്കാണ്, അവസാന സമയം റഞ്ജിഫ എന്നോട് സമയം ചോദിച്ചിരുന്നു.
ഓൺ ദി സ്മോൾ ഷിപ്പ്, ആ ചെറിയ ഷിപ്പിൽ വെച്ചിട്ട്, കപ്പൽ തകർച്ചയ്ക്ക് മുമ്പ്. ഇറ്റ് വാസ് 11:30, അപ്പം 11:30 ഐ ഹാഡ് ചെക്ക്ഡ് ദ ടൈം അഗെയിൻ ആൻഡ് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് എക്വേർഡ്. ഞാൻ വീണ്ടും സമയം നോക്കിയിരുന്നു. അപ്പം ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അപകടം, ആക്സിഡൻറ്റ്. ആ സമയത്ത് ദ ഡിസാസ്റ്റർ ഹാഡ് നോട്ട് യെറ്റ് ഒക്കേർഡ്, അപ്പോൾ സംഭവിച്ചിട്ടില്ലായിരുന്നു. 11:30 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ലായിരുന്നു. വെൻ ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച് ഓൺ ദി ലൈഫ് റാഫ്റ്റ്, ഞാൻ ലൈഫ് റാഫ്റ്റിൽ വെച്ചിട്ട് എൻ്റെ വാച്ചിലേക്ക് നോക്കുമ്പം, അതായത് അപകടമൊക്കെ നടന്നതിന് ശേഷം രക്ഷപ്പെട്ട് ലൈഫ് റാഫ്റ്റിൽ കയറിയതിന് ശേഷം വാച്ചിലേക്ക് നോക്കുമ്പം, ഇറ്റ് വാസ് കറക്റ്റ്ലി നൂൺ, കൃത്യമായിട്ടും ഉച്ച സമയമാണ്. ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 മിനിറ്റ്സ് ഫോർ, ഇനി അദ്ദേഹം പറയാണ്, ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 മിനിറ്റ്സ്, ഇത് 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഫോർ എവറിത്തിങ് ടു ഹാപ്പൻ, ഇതൊക്കെ സംഭവിക്കാൻ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, നമ്മൾ വിശദീകരിച്ച സംഭവങ്ങളൊക്കെ നടക്കാൻ ഓൺലി 10 മിനിറ്റ്സ്, 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തിനൊക്കെയായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫോർ മീ ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റ്, എനിക്ക് ലൈഫ് റാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ. ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ്മേറ്റ്, പിന്നെയോ എൻ്റെ ഷിപ്പ്മേറ്റിനെ രക്ഷപ്പെടുത്താൻ. റെസ്ക്യൂ പറഞ്ഞാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് റെസ്ക്യൂ, RESCUE, റെസ്ക്യൂ. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്, മാത്രമല്ല ഈ ലൈഫ് റാഫ്റ്റിൽ, ഈ ചങ്ങാടത്തിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കാൻ. ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ്. ഇതിനൊക്കെ പാടെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദി റാഫ്റ്റ്, പിന്നെയോ സെർച്ചിങ് ദ എംപ്റ്റി സീ, ഈ കാലിയായ ഒന്നുമില്ലാത്ത ഈ നദി, ഈ കടലിനെ എങ്ങനെ സെർച്ച് ചെയ്യാൻ. ലിസണിങ് ടു ദി ഷാർപ്പ് ഹോൾ ഓഫ് ദ വിൻഡ്, പിന്നെയോ ഈ കാറ്റിൻ്റെ ഇരമ്പൽ, ഓരിയിടൽ, ഷാർപ്പ് ഹോൾ, അതിലേക്ക് ലിസൺ ചെയ്യാൻ, അതിലേക്ക് ശ്രദ്ധിക്കാനും. എല്ലാം കൂടെ അദ്ദേഹം 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇനിയും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് 2 or 3 hours ടു റെസ്ക്യൂ മീ, 2-3 മണിക്കൂർ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുക്കാൻ ഇനി എടുക്കുന്ന അദ്ദേഹം മനസ്സിൽ കാണാണ്. 14th paragraph. 2 or 3 hours I calculated. It seemed an extraordinary long time to be alone at sea, but I tried to resign myself to it. I had no food or water, and by 3 in the afternoon I would surely have a searing thirst. The sun burned my head and my skin, which was dry and hardened by salt. Since I had lost my cap, I splashed water on my head, and I just sat on the side of the raft, waiting to be rescued. ഇനി അവിടെ അദ്ദേഹം ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്, അപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് 14th paragraphൽ വിവരിക്കുന്നത്. 2 or 3 hours, 2-3 മണിക്കൂർ. ഐ കാൽക്കുലേറ്റഡ്, ഞാൻ കണക്ക് കൂട്ടി. കാൽക്കുലേറ്റ് അറിയാലോ, കാൽക്കുലേറ്റർ കേട്ടിട്ടുണ്ടാവും. കാൽക്കുലേറ്റർ എന്ന കണക്ക് കൂട്ടുക. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറിലി എന്ന് പറഞ്ഞാൽ അസാധാരണമായ, സാധാരണയല്ലാത്ത. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈം ടു ബി അലോങ് അറ്റ് സീ, ആ കടലിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വളരെ അസാധാരണമായ ഇതായിട്ട് എനിക്ക് തോന്നി. അത്രയും ദീർഘമായ സമയം പോലെ തോന്നും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ബട്ട് ഐ ട്രൈഡ് ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷെ ഞാനത് ഇവിടെ ട്രൈ ടു റിസൈൻ മൈസെൽഫ് പറഞ്ഞാൽ ഞാനത് സഹിക്കുക എന്നുള്ളതാണ്. റിസൈൻ മൈസെൽഫ് ടു ഇറ്റ് എന്നുള്ളത്, ഞാൻ അതിനോട് സഹിച്ചു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ, എനിക്ക് ഫുഡും ഇല്ല വാട്ടറും ഇല്ല. ആൻഡ് ബൈ 3 in the afternoon, വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ, ഐ വുഡ് ഷുവർലി ഹാവ് എ സീറിങ് തേസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹമാണ്. സീറിങ് എന്ന് പറഞ്ഞാൽ നല്ല ദാഹം, പൊള്ളിക്കുന്ന ദാഹം എന്നൊക്കെ പറയാം. സീറിങ്, പൊള്ളിക്കുന്ന ശക്തമായ ദാഹം. 3 മണിയായപ്പോഴേക്ക്. ദ സൺ ബേൺഡ് മൈ ഹെഡ്, സൂര്യപ്രകാശം കൊണ്ട്, സൺ ഇവിടെ വെയിൽ എന്നുള്ള അർത്ഥമാണ്. സൺ ബേൺഡ് മൈ ഹെഡ്, എൻ്റെ തല എന്ത് ചെയ്തു, കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്, അത്രയും ചൂടാണ്. അത് മൈ സ്കിന്ന്, എൻ്റെ തൊലിയും. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സാൾട്ട്, അതൊക്കെ എന്തായിട്ടുണ്ട്, തൊലിയൊക്കെ എന്തായിട്ടുണ്ട്, ഡ്രൈ ആയി ഉണങ്ങിയിട്ടുണ്ട്. ഈ ഉപ്പിൻ്റെ വെള്ളം, സാൾട്ട് പറഞ്ഞാൽ ഉപ്പാണ്, കടലിൽ ഉപ്പ് വെള്ളമാണ് ഉണ്ടാകുന്നത്, ഉപ്പ് തട്ടിയിട്ടൊക്കെ നല്ല ഹാർഡല്ല ഉണങ്ങിയിട്ടുണ്ട്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്, എൻ്റെ ക്യാപ്പ്, തലയിലൊരു തൊപ്പി ഉണ്ടായിരുന്നു, ആ ക്യാപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്, ഞാൻ എന്ത് ചെയ്തു, ഐ
സ്പ്ലാഷ് എന്നാൽ വെള്ളം തെറിപ്പിക്കുക എന്നുള്ളതാണ്. സ്പ്ലാഷ് തെറിപ്പിക്കുക, നനക്കുക എന്നൊക്കെ പറയാം. സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്, ഞാൻ എൻ്റെ തലയിൽ വെള്ളം തെറിപ്പിച്ചു. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്, ഞാൻ എൻ്റെ ആ ചങ്ങാടത്തിൻ്റെ സൈഡിൽ അങ്ങനെ ഇരുന്നു. ജസ്റ്റ് സാറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്, എന്തിന്, ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ അങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. നീ എന്ന് പറഞ്ഞാൽ കാൽമുട്ടാണ്, മുട്ടുംകാൽ അറിയില്ല, കാൽമുട്ട് രണ്ടും പറയാം. ഇറ്റ് വാസ് ഓൺലി ദെൻ ഐ ഫെൽറ്റ് ദ പെയിൻ. അപ്പോഴാണ് എനിക്ക് എൻ്റെ മുട്ടുംകാൽ ചെറിയൊരു വേദന അനുഭവപ്പെടുന്നത്. പെയിൻ എന്ന വേദനയാണ്, പെയിൻ. ദ തിക്ക് ബ്ലൂ ഡ്രിൽഡ് ഫാബ്രിക് ഓഫ് മൈ ട്രൗസേഴ്സ് ലെഗ് വാസ് വെറ്റ്. മാത്രമല്ല കട്ടിയുള്ള നീല നിറത്തിലുള്ള എൻ്റെ ട്രൗസേഴ്സിൻ്റെ കാലിൽ അവിടെ ഒരു നനവ് കാണും. വെറ്റ് എന്ന നനയ, വെറ്റ് നനഞ്ഞ. സോ ഐ ഹാഡ് ഹാർഡ് ടൈം റോളിങ് ഇറ്റ് അപ്പ്. അതുകൊണ്ട് എനിക്കങ്ങനെ മടക്കി വെക്കുക എന്നുള്ള വലിയ പ്രയാസമായിരുന്നു. എ ഹാർഡ് ടൈം റോളിങ് അപ്പ്, മടക്കി വെക്കുക എന്നുള്ളത്. ബട്ട് വെൻ ഐ ഡിഡ്, പക്ഷെ ഞാൻ അങ്ങനെ മടക്കി വെച്ചപ്പോൾ ഐ വാസ് സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടുക, ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഞാൻ കണ്ടു എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്പ്ഡ് വൂണ്ട്, ഒരു ആഴത്തിലുള്ള ഹാഫ് മൂൺ ഷേപ്പ്ഡ് വൂണ്ട്, അതായത് ഒരു വൂണ്ട് എന്ന മുറിവാണ്, WOUND മുറിവ്. മൂൺ എന്നാൽ നമുക്കറിയാം ചന്ദ്രനാണ്, ഹാഫ് മൂൺ എന്നാൽ അർദ്ധചന്ദ്രൻ. അപ്പോൾ ചെറിയൊരു അർദ്ധചന്ദ്രൻ്റെ ഷേപ്പിലുള്ള ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. ഓൺ ദി ലോവർ പാർട്ട് ഓഫ് മൈ നീ. വെലസ്കോ പറയണേ എവിടെയാണ് പറ്റിയത്? ലോവർ പാർട്ട് ഓഫ് മൈ നീ, എൻ്റെ മുട്ടിൻ്റെ താഴ് ഭാഗത്ത്. ഐ ഡിഡൻറ്റ് നോ, എനിക്കറിയില്ല. ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദ ഷിപ്പ്, ഞാൻ എൻ്റെ ഈ ഷിപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടിയിട്ടാണോ ഇങ്ങനെ ആഴത്തിലുള്ളൊരു മുറിവുണ്ടായത് എന്നുള്ളത് എനിക്കറിയില്ല. ഓർ ഇഫ് ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വെൻ ഐ ഹിറ്റ് ദ വാട്ടർ, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലേക്ക് ശക്തമായിട്ട് താഴെ വീണപ്പോഴാണോ അതുണ്ടായതെന്ന് അറിയില്ല. ഹിറ്ററിൽ വെള്ളത്തിലേക്ക് ശക്തമായി വീഴുക. ഐ ഡിഡിൻറ്റ് നോട്ടീസ് ഇറ്റ് അണ്ടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്. ഞാൻ ഈ ലൈഫ് റാഫ്റ്റിൽ ഇരിക്കുന്നത് വരെ ഞാനത് ഐ ഡിഡിൻറ്റ് നോട്ടീസ്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ദോ ദ വൂണ്ട് ബേൺഡ് എ ലിറ്റിൽ, മുറിക്ക് ചെറിയൊരു ബേൺഡ്, ഒരു നീറ്റലുണ്ടെങ്കിലും, നീറ്റുക എന്ന് പറയില്ല നമ്മൾ, ചെറിയൊരു നീറ്റലുണ്ടെങ്കിലും ഇറ്റ് ഹാഡ് സ്റ്റോപ്പ്ഡ് ബ്ലീഡിങ്, രക്തമൊലിക്കുന്നതൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ, നല്ല അത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും നല്ല വെയിലേറ്റ് നല്ല അത് ഡ്രൈ ആയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദി സാൾട്ട് വാട്ടർ, എന്തുകൊണ്ടാണ് ഡ്രൈ ആകാൻ കാരണം? സാൾട്ട് വാട്ടർ കൊണ്ട്, ഉപ്പുവെള്ളം, ഐ ഇമാജിൻ. അങ്ങനെ വെലസ്കോ അങ്ങനെ ചിന്തിക്കുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫ്. അൺസർട്ടൺ ആസ് ടു വാട്ട് ടു ഡു, ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെൻട്രി ഓഫ് മൈ ബിലോങ്ങിങ്സ്. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ could count on in my solitude at sea. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. In addition, I had my gold ring, which I had bought in Cartagena the year before, and a chain with a medal of the Virgin of Carmen on it, also purchased in Cartagena from another sailor for 35 pesos. In my pocket, I had nothing but the key to my locker on a small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. Since I had nothing to do, I read the cards over and over to distract myself until I was rescued. ലാസ്റ്റ് പാരഗ്രാഫാണ്. വെലസ്കോ ആ കപ്പലിലുള്ള നിമിഷങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അൺസേർട്ടൺ ആസ് ടു വാട്ട്, എന്താ ചെയ്യാന്നറിയാൻ ഒരൊറപ്പില്ലാതെ ഐ ഡിസൈഡഡ് ടു മേക്ക് ആൻ ഇൻവെൻട്രി ഓഫ് മൈ ബിലോങ്ങിങ്സ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ എൻ്റെ അടുത്തുള്ള വസ്തുക്കൾ, ബിലോങ്ങിങ്സ് എന്ന സാമഗ്രികൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും ഇങ്ങനെ നോക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ. ഞാൻ എൻ്റെ സോളിറ്റ്യൂഡ് എന്ന ഏകാന്തത, ആ കടലിലുള്ള ഏകാന്തതയിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള വസ്തുക്കൾ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് ഐ കുഡ് റിലൈ ഓൺ മൈ വാച്ച്. റിലൈ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഐ കുഡ് റിലൈ മൈ വാച്ച്, ഞാൻ എൻ്റെ വാച്ചിനെ വിശ്വസിച്ചു.
വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം, അത് കൃത്യമായ സമയം കാണിക്കുന്ന, ആൻഡ് വിച്ച് ഐ കുഡ് സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. ഓരോ 2 or 3 മിനിറ്റിൽ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഗ്ലാൻസ് ചെയ്ത് ഇങ്ങനെ തുറിച്ച് നോക്കുക. ഗ്ലാൻസ് പറഞ്ഞാൽ തുറിച്ച് നോക്കുക. കാരണം എത്ര സമയമായി എന്നുള്ളത് ഒറ്റക്കാണ്, ഏകാന്തതയിലാണ് ആ സമയത്തുണ്ടാകുന്നത് നമുക്കറിയാലോ. ആരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ആ വാച്ചിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തു. ഇൻ ആഡിഷൻ, അതിനോട് ആഡ് ചെയ്തിട്ട് ഐ ഹാഡ് മൈ ഗോൾഡ് റിങ്, എനിക്കൊരു ഗോൾഡ് റിങ് ഉണ്ടായിരുന്നു, ഒരു സ്വർണ്ണമോതിരം, വിച്ച് ഐ ഹാഡ് ബോട്ട്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇൻ കാർട്ടിജിന ദ ഇയർ ബിഫോർ, കഴിഞ്ഞ വർഷം കാർട്ടിജിനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ആൻഡ് എ ചെയിൻ വിത്ത്, പിന്നെ ഒരു ചെയിൻ ഉണ്ട്, ആൻഡ് എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദ വെർജിൻ ഓഫ് കാർമലിലെ വിശുദ്ധയുടെ ഒരു മെഡലുള്ള ഒരു ചെയിൻ ഉണ്ട്. ആൾസോ പർച്ചേസ്ഡ് ഇൻ കാർട്ടിജിന, അതും കാർട്ടിജിന നിന്ന് വാങ്ങിയതാണ്. ഫ്രം അനദർ സെയിലേഴ്സ്, വേറൊരു കച്ചവടക്കാരിൽ നിന്ന്, ഫോർ 35 pesos, ഒരു 35 പെസോസിന് വാങ്ങിയതാണ്. ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ്, എൻ്റെ പോക്കറ്റിൽ വേറെ ഒന്നുമില്ല, ബട്ട് ദ കീസ്, എന്തുണ്ട്, ചാവി ഉണ്ട്, ടു മൈ ലോക്കർ, എൻ്റെ ലോക്കറിൻ്റെ ചാവി കൊണ്ട് സ്മോൾ ഷിപ്പ്, ആ ചെറിയ കപ്പലിൽ ഉണ്ടായിരുന്നത്. ആൻഡ് 3 ബിസിനസ് കാർഡ്സ്, പിന്നെ 3 ബിസിനസ് കാർഡുകൾ, നമ്മൾ വിസിറ്റിംഗ് കാർഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി ബിസിനസ് കാർഡുകളുണ്ട്. ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബിലി 1 day in January when I had gone out shopping. ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ജനുവരിയിൽ പുറത്തു പോയ സമയത്ത് അവിടെ മൊബൈലിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ബിസിനസ് കാർഡുകൾ 3 അതും എൻ്റെ കയ്യിലുണ്ട്. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, കാരണം കപ്പലിലാണ്, ഏകാന്തയിൽ ഒറ്റക്കാണ്, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഐ റെഡ് ദ കാർഡ്സ്, അദ്ദേഹം പറയാണ് ഞാൻ എന്ത് ചെയ്തു, ആ കാർഡുകൾ ഇങ്ങനെ വായിച്ചു. ഐ റെഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ, വീണ്ടും ഇങ്ങനെ വായിക്കും. ടു ഡിസ്ട്രാക്ട് മൈ സെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്, ഞാൻ രക്ഷപ്പെടുന്നത് വരെ എൻ്റെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ട്. ഡിസ്ട്രാക്ട് നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യുക, മനസ്സിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുക. ഡിസ്ട്രാക്ട് മൈ സെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്, ഞാൻ രക്ഷപ്പെടുന്നത് വരെ. അദ്ദേഹം അങ്ങനെ നമ്മുടെ വെലസ്കോ ആരെങ്കിലും വന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കപ്പലിൽ ഇങ്ങനെ ആ ലൈഫ് റാഫ്റ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തെക്കുറിച്ചാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്കിസ്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ നമുക്ക് ഇത്ര ഇതിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉത്തരങ്ങൾ കണ്ടെത്തണം, വളരെ സിമ്പിളായിരിക്കും. ഞാൻ മീനിങ് പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ, ഞാനൊരു അവസാന ശ്രമം നടത്തി. നമുക്കറിയാം ധാരാ പറഞ്ഞതെന്നുള്ള. ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ, വെലസ്കോ ആണ് പറയുന്നത്. വാട്ട് വാസ് എ ലാസ്റ്റ് ട്രൈ, എന്തായിരുന്നു ആ അവസാന ശ്രമം? മെയ്ഡ് ബൈ വെലസ്കോ നടത്തിയ അവസാന ശ്രമം എന്തായിരുന്നു? ഒരു ചോദ്യം. അതിന് കൂടെ തന്നെ വാസ് ഹി സക്സസ്ഫുൾ ഇൻ ഇറ്റ്, അതിൽ അദ്ദേഹം വിജയിച്ചോ എന്നുള്ളതാണ്. 12ാമത്തെ ചോദ്യം, ഐ കെപ്റ്റ് സെർച്ചിങ് ദി വാട്ടർ, ഞാനിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്തു. ഹോപ്പിംഗ് ദാറ്റ് സമ്മൺ വുഡ് സർഫേസ് സൂൺ, ആരെങ്കിലുമൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട്. ഡിഡ് എനിവൺ കം ടു ദ സർഫേസ്, ആരെങ്കിലും ഈ സർഫേസിലേക്ക് വന്നോ, ഉപരിതലത്തേക്ക് വന്നോ? വൈ, മറ്റു ചോദ്യം, എന്തുകൊണ്ട്? വന്നെങ്കിൽ എന്തുകൊണ്ട്, വന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 13, പിക്ക് ഔട്ട് ദി ഇമേജ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സൺ, ഈ സൂര്യനെ വിവരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ സൂര്യനെ വിശദീകരിക്കുന്ന ഒരു ഇമേജ് പറയുന്നത് ആ ഭാഗം എടുത്ത് എഴുതാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, ബട്ട് ഐ ട്രൈഡ് ടു റിസൈൻ മൈ സെൽഫ് ടു ഇറ്റ്, ഞാനിതിനോട് ഇങ്ങോട്ട് സഹിക്കാൻ തീരുമാനിച്ചു, ഞാൻ ശ്രമിച്ചു. വാട്ട് ഡിഡ് വെലസ്കോ റിസൈൻ ഹിംസെൽഫ് ടു, എന്തായിരുന്നു വെലസ്കോക്ക് അവിടെ റിസൈൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു വെലസ്കോക്ക് അവിടെ സഹിക്കാണ്ടായിരുന്നു, എന്തായിരുന്നു? വളരെ ക്ലിയറാണ് ആൻസർ, അവിടെ മുകളിലുണ്ട്. 15th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വെലസ്കോ സ്പ്ലാഷ് വാട്ടർ ഓവർ ഹിസ് ഹെഡ്, എന്തുകൊണ്ടാണ് ഡിഡ് വെലസ്കോ സ്പ്ലാഷ് വാട്ടർ ഓവർ ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വെള്ളം തെറിപ്പിച്ചു എന്തുകൊണ്ടാണ്? എന്തിന് കാരണം എന്തായിരുന്നു നമുക്കറിയാം. 16th പാരഗ്രാഫ്, ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്, സെൻറ്റൻസിൽ നമ്മുടെ ഈ ടെക്സ്റ്റിൽ വരുന്നൊരു സെൻറ്റൻസാണ്. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്, അതേ പറയുന്നത് ഞാനാകെ ഞെട്ടിപ്പോയി.
വൈ വാസ് വെലസ്കോ സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടായിരുന്നു വെലസ്കോ ഞെട്ടിപ്പോവാനുള്ള കാരണം എന്തായിരുന്നു? എന്തോന്ന് അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ. വാട്ട് വെർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വെർ ദ ഐറ്റംസ് ഇൻ ദി ലിസ്റ്റ് ബിലോങ്ങിങ് ഓഫ് വെലസ്കോ? വെലസ്കോൻ്റെ അധീനതയിലുണ്ടായിരുന്ന എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു, അദ്ദേഹത്തിന് എന്തൊക്കെ സാമഗ്രികളായിരുന്നു, ആ സാമഗ്രികളുടെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? വാട്ട് വെർ ദി ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബിലോങ്ങിങ്സ് ഓഫ് വെലസ്കോ? ഇത്രയാണ് ഇതിലുള്ള ചോദ്യങ്ങൾ. ഈ ബാക്കി ഭാഗങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഈ പാഠഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയും മീനിങ്ങുകൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.